വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഡെസേർട്ട് സഫാരിക്ക് വന്നു കൊടുക്കുകയാണ് കേട്ടോ. അയ്യോ, അപ്പോൾ ഡെസേർട്ട് കൂടെയാണ് നടക്കുന്നത്. അതാണ് कितना तक होना चाहिए आप चाहिए ही नहीं എൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ഡെസേർട്ട് സഫാരി എന്നുള്ളത്. नहीं डिस्काउंट करवा देता हूँ आपको, एक बाइक ले देता हूँ, आप 4 लोग चले जाएंगे। नहीं ये लोग ചെറുപ്പത്തിലെ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ദുബായിക്ക് വരണമെന്നുള്ളത്. ദുബായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ എന്തായിരുന്നു, ഫുൾ ഡെസേർട്ട്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ഡെസേർട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ വയലുകൾ ഇല്ലാതായ പോലെ തന്നെ ദുബായിൽ ഡെസേർട്ട് ഇപ്പോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഡെസേർട്ട് സഫാരിക്കൊക്കെ വന്നാലാണ് നമുക്ക് ഡെസേർട്ടൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടുള്ളൂ. അല്ലാത്തപ്പോൾ ഫുൾ ബിൽഡിങ്സ് അല്ലേ. ഇന്ന് ഡെസേർട്ട് സഫാരിക്കാണ് വന്നിരിക്കുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാം. കോട്ട് ബൈക്കൊക്കെ കണ്ട ആൾക്കാർ ഓടിക്കുന്നത്. ഞങ്ങൾ ആ സാഹസത്തിന് മുതിരുന്നില്ല. ഇവിടെ ഒരു റേസിംഗ് ട്രാക്ക് ഉണ്ട് കേട്ടോ. ആ കണ്ടാ പോണത്, കണ്ടാ? ആ അതെ, നമ്മുടെ സണ്ണ് പോയി തുടങ്ങിട്ടാ. സൂപ്പറാണോ? സൂപ്പറാണോ? ഇതാണ് ഇത്രയും നേരമായിട്ട് അമ്മ പറഞ്ഞോണ്ടിരുന്നത്. നമുക്ക് വേറെ വല്ലവരും പോണ എന്റെ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. ക്യാമൽ റൈഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അയ്യോ, ഒന്നൊന്നര വരവായിരുന്നു, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടാ. കണ്ട, ഇനി നമ്മൾ ക്യാമലിൻ്റെ പുറത്ത് കയറാൻ പോവാണ്. അപ്പോൾ അതെ, നമ്മൾ ക്യാമൽ റൈഡിന് പോവാണ് കേട്ടോ. അയ്യോ, എങ്ങനെയുണ്ട് ഇത് കാണാം. ക്യാമൽ റൈഡ്, ക്യാമൽ കണ്ട, ക്യാമലിൻ്റെ അടുത്ത് പോയി നോക്കി പപ്പു. പറ്റേ അവരാണ് കയറാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ക്യാമല്. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിട്ടാ. സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുട്ടായി. അയ്യോ, അങ്ങനെ നമ്മൾ ക്യാമൽ റൈഡ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതെ ഈ എന്താണത് ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് പോകണം കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഇനി ഫുഡ്, ഇനി ബാക്കി ഷോകളൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക കേട്ടോ. ഇനി ഒരു സാൻഡ് ബോർഡിങ് ഉണ്ട്, അതപ്പുറത്താ. ഇരുട്ടായി തുടങ്ങി. ഇനി ഹെന്ന ഉണ്ട്. ആദ്യം ഫുഡ് കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുമോ? ഇതാണ് കേട്ടോ മെഹന്തി ഇട്ട് തന്നത്. അയ്യോ, നമ്മൾ റിസർവ് ചെയ്ത് പോയ സ്ഥലത്ത് വേറെ ആൾക്കാർ വന്നിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് വേറെ സ്ഥലത്തിരിക്കാം.
ഇവിടെയാണ് സാൻഡ് ബോർഡിങ്ങിൻ്റെ സ്ഥലം കേട്ടോ. കുറച്ചും കൂടി നേരത്തെ വരേണ്ടതായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഇരുട്ടായി. ഈ സമയത്ത് ആരും വരുന്നുമില്ല. നല്ല രസമായിരുന്നു. മിസ്സായി. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അതേ അവിടെ 2 പേര് ഭയങ്കര ഡാൻസാണ് കേട്ടോ. ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഡാൻസാണ്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറയായിരുന്നു കേട്ടോ ആ ഡാൻസ് കളിക്കാനൊക്കെ. ഇപ്പം നമ്മുടെ ഷോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ടേഴ്സായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഷോകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് പേരും കൂടി വരാനുണ്ട്. ക്യാമൽ റൈഡും ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റാർട്ടേഴ്സ് തരും. പിന്നെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടറായിട്ട് പക്കവടയും സമോസയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഷോകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു പാക്കേജാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ഇവിടെ റൂമിൽ വന്നിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുപോകും അവർ. പിന്നെ അവിടെ നിന്ന് അത് കഴിഞ്ഞാൽ ഡ്യൂൺ ബാഷിങ്, പിന്നെ എന്താ ടാറ്റൂവിങ്, അറബിക് കോസ്റ്റ്യൂം, ഫോട്ടോഗ്രാഫി, ക്യാമൽ റൈഡ്, സാൻഡ് ബോർഡിങ്, പിന്നെന്താണ് പിന്നെ ഡിന്നറ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ അൺലിമിറ്റഡ് തന്നെയാണ് കേട്ടോ. അതും സ്റ്റാർട്ടേഴ്സും അങ്ങനെയൊക്കെ അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജായിരുന്നു കേട്ടോ അത്. പിന്നെ അതിൽ തന്നെ ബെല്ലി ഡാൻസ് ഇപ്പോൾ കണ്ടുല്ലോ നിങ്ങൾ. ഇവർ ഫോട്ടോഗ്രാഫി ഉണ്ട് അവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമൽ റൈഡിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ കയറിയത്. അപ്പോൾ ചേട്ടൻ ഒരു ക്യാമലിൻ്റെ പുറത്ത് കുട്ടികളായിട്ട് കയറി, ഒരു ക്യാമലിൻ്റെ മേലെ ഞാനും. ക്യാമലിൻ്റെ മേലെ ഇരുന്നിട്ട് തന്നെ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫോണൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എണീക്കണ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കുത്തനെ ആകുമ്പോൾ പിടിക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടന്നില്ല. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവർ നമ്മുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. അവരിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കയ്യിൽ ബുക്ക് പോലെ പിടിച്ചിട്ട് നടക്കണുണ്ടല്ലോ. അവർ അത് ഫോട്ടോസാണ്. അപ്പോൾ ഫോട്ടോസ് അവർ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് അവർ എന്താണ് ഡെസേർട്ട് സഫാരി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഇതിൽ ഒട്ടിച്ചിട്ട് അങ്ങനെ നമുക്ക് കൊടുന്ന് തരും കേട്ടോ. അപ്പോൾ എത്ര ഫോട്ടോസ് ഉണ്ട് അത് എണ്ണിയിട്ട് അവരതിൻ്റെ പ്രൈസ് പറയും. അപ്പോൾ അത് നമ്മൾ കൊടുത്താൽ അത് നമുക്ക് തരും. അങ്ങനെ ആയിരുന്നു അത്. അപ്പോൾ അവർ ഫോട്ടോ എടുക്കണുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളും വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ആ ഫോട്ടോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അത് കാരണം അതിൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ.
ഫയർ ഷോയുടെ ഇടയിൽ നിന്ന് ഇയാൾ ഈ പന്തവും കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് മരുഭൂമിയിലേക്ക് ഓടി പോകുന്നു കണ്ടു കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ട് അങ്ങോട്ട് നോക്കി നിന്നപ്പോഴായിരുന്നു അവിടെ ഈ സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫയർ ഷോയുടെ ലാസ്റ്റ് ഇങ്ങനെ ഷോ അവസാനിപ്പിച്ചത് ഈ ഒരു സംഭവത്തോടെ നടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയത്താണ് ഇവിടെ ഷോ തുടങ്ങുകയാണ് കേട്ടോ. ഷോയുടെ ടൈമിൽ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. അപ്പം അത് കാരണം വീഡിയോ എടുത്തില്ല. അത് നല്ല രസം തന്നെയായിരുന്നു കേട്ടോ കാണാൻ. അത് ആ ആളുടെ മേത്തൊക്കെ നിറച്ച് ലൈറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഡാൻസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ലേ, അത് കാരണം. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ട്രിപ്പ്. പിന്നെ ക്ലൈമറ്റ് നല്ലതായ കാരണം അതും നല്ലത് തന്നെയായിരുന്നു. അങ്ങനെ എല്ലാ ഷോകളും കണ്ടു, ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് റൂമിൽ കൊണ്ടുവന്ന് വിടും കേട്ടോ. അങ്ങനെ ഫുൾ പാക്കേജ് ആയിരുന്നു. അങ്ങനെ നമ്മളുടെ ഡെസേർട്ട് സഫാരി കഴിഞ്ഞു കേട്ടോ. ഡിന്നറും കഴിഞ്ഞു, ലാസ്റ്റ് ബെല്ലി ഡാൻസും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പോവാണ്. രാത്രിയായി. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. आपका नाम क्या है? मेरा नाम असगर. ये है हमारा गाइड कम ड्राइवर.